നമസ്കാരം. അജ്നയ്ക്ക് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. തലനാരിഴയ്ക്കായിരുന്നു രക്ഷപ്പെടൽ. കല്ലടിക്കോട് പനയമ്പാടത്തുണ്ടായ ലോറി അപകടത്തിൽ ഒറ്റയടിക്ക് 4 കൂട്ടുകാരികളെയാണ് അപകടത്തിൽ നഷ്ടപ്പെട്ടത്. മറ്റൊരു വാഹനം ഇടിച്ചാണ് ലോറി മറിഞ്ഞതെന്നും അപകടമുണ്ടായപ്പോൾ താൻ കുഴിയിലേക്ക് വീണതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അജ്ന ഷെറിൻ പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന മറ്റ് 4 പേരും ലോറിയുടെ അടിയിൽ കുടുങ്ങുകയായിരുന്നു. കുഴിയിൽ നിന്ന് പിന്നീട് എങ്ങനെയൊക്കെയോ കയറി സമീപത്തുള്ള വീട്ടിലേക്ക് കയറുകയായിരുന്നുവെന്നും അജ്ന ഷെറിൻ പറഞ്ഞു. സ്കൂൾ വിട്ട ശേഷം കടയിൽ നിന്നും ഐസും സിപ്പപ്പും ഒക്കെ വാങ്ങിയ ശേഷമാണ് നടന്നു പോയിരുന്നത്. ഇതിനിടയിലാണ് അപകടമുണ്ടായത്. പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ലോറികൾ വരുന്നുണ്ടായിരുന്നു. ഈ 2 ലോറികളും ഇടിച്ചിരുന്നു. ഇതോടെ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് ലോറി ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ചെരിഞ്ഞു. 4 പേർ കുറച്ച് മുന്നിലായിരുന്നു നടന്നിരുന്നത്. ഞാൻ കുറച്ച് പുറകിലായിരുന്നു. ലോറി മറിയുമ്പോൾ കുഴിയിലേക്ക് ചാടാൻ സമയം കിട്ടി. എന്നാൽ അവർ 4 പേർക്കും രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയില്ല. എല്ലാ ദിവസവും ഒന്നിച്ചാണ് പോകാറുള്ളതെന്നും അജ്ന ഷെറിൻ പറഞ്ഞു. ഇർഫാനയുടെ ഉമ്മ അവളെ കൂട്ടാനായി അവിടെ എത്തിയപ്പോഴായിരുന്നു അപകടം. അവരുടെ സാധനങ്ങളെല്ലാം എൻ്റെ ബാഗിലായിരുന്നു. അജ്ന ഷെറിൻ്റെ ബന്ധു കൂടിയായ ഇർഫാനയും അപകടത്തിൽ മരിച്ചിരുന്നു. മരിച്ച 4 സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും ഖബറടക്കം ഇന്ന് നടക്കും. മരിച്ച 4 വിദ്യാർത്ഥിനികളും കൂട്ടുകാരികളുമാണ്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ആയിഷ, ഇർഫാന, റിദ, നിദ എന്നിവരാണ് മരിച്ചത്. രാവിലെ തന്നെ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു. 2 മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് 8:30 തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരും. 10 മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. അതേസമയം കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല. വെള്ളിയാഴ്ച ആയതിനാലും 4 മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് കൂടുതൽ സമയം വേണമെന്നതിനാലുമാണ് സ്കൂളിലെ പൊതുദർശനം വേണ്ടെന്ന് വെച്ചതെന്നാണ് കുട്ടികളുടെ ബന്ധുക്കൾ അറിയിക്കുന്നത്. അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജ്ന ദമ്പതികളുടെ മകൾ ആയിഷ, പിലാത്തോടി വീട്ടിൽ അബ്ദുൾ റഫീഖ് സജീന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ, അബ്ദുൾ സലീം നബീസ ദമ്പതികളുടെ മകൾ നിദ ഫാത്തിമ, അബ്ദുൾ സലാം ഫരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൽ എന്നിവരാണ് മരിച്ചത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായും പരീക്ഷ മറ്റൊരു ദിവസം നടത്തുമെന്നും വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം സിമന്റ് ലോറിയിൽ മറ്റൊരു ലോറി ഇടിച്ചതാണെന്ന് മോട്ടോർ വാഹന വകുപ്പും സ്ഥിരീകരിച്ചു. സിമന്റ് ലോറിയിൽ മറ്റൊരു ലോറി ഇടിച്ചതോടെ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നുവെന്ന് RTO പറഞ്ഞു. മറ്റൊരു ലോറി ഇടിച്ച ശേഷം ബ്രേക്ക് ചവിട്ടി ലോറി നിർത്താൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതിനിടെ അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കുട്ടികൾ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. 3 പേരുടെ മൃതദേഹങ്ങൾ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലുമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 4:30 അപകടമുണ്ടായത്. അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു 5 വിദ്യാർത്ഥിനികൾ. കടയിൽ നിന്നും മിഠായും വാങ്ങി വരികയായിരുന്നു. ഈ സമയം സിമന്റുമായി എത്തിയ ലോറി നിയന്ത്രണം വിട്ടു. ഈ സമയത്ത് സിമന്റുമായി എത്തിയ ലോറി അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ടു. തുടർന്ന് വിദ്യാർത്ഥിനികൾക്ക് നേരെ പാഞ്ഞു കയറുകയായിരുന്നു. സിമന്റ് ലോറിയുടെ ഡ്രൈവറെയും ക്ലീനറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു. കാസർഗോഡ് സ്വദേശികളായ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ്, ക്ലീനർ വർഗീസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. അപകടത്തിൽ വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട്. മഹേന്ദ്ര പ്രസാദിന് കാര്യമായ പരിക്കില്ല.